ചാപ്റ്റർ എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ്. അതായത് കമ്പനികളില്ലേ മക്കളെ, കമ്പനികൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, അവരെങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതാണ് നമുക്ക് 5th ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്കിന് ഒരു എസ്സേ ഉറപ്പായിട്ടും വരും. 5th ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, 10 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ പ്രോബ്ലമാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കാം, അതിനുശേഷം ബാലൻസ് ഷീറ്റ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയല്ല അതിൻ്റെ സ്ട്രക്ചർ. അതൊരു വെർട്ടിക്കൽ ഫോമിലാണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ട്? യെസ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നല്ല പറയുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ SOPL എന്ന് ഷോർട്ടാക്കി പറയും. അപ്പോൾ എന്താണ് SOPL എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് SOPL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് മാത്രമായിട്ട് 10 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി 10 മാർക്കിന് ചോദിക്കുക, അങ്ങനെയാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം SOPL പഠിക്കാം. കാരണം ഇത് അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം വെച്ചാൽ ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന ഫോർമാറ്റിൻ്റെ എക്സ്പ്ലനേഷൻ നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റെസ്പോണ്ട് ചെയ്യാമോ? സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ SOPL എന്ന് ഹെഡിങ് കൊടുത്തിട്ട് പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ, അത്രയും കോളംസ് മതി കേട്ടോ. ആകെ ഒരു 4 കോളം മതി. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സീരിയൽ നമ്പർ എന്ന് പറയുന്ന കോളം വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം നോട്ട് നമ്പർ. ഈ നോട്ട് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആ കോളം മസ്റ്റായിട്ടും വേണം. പിന്നെ കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. അപ്പോൾ കോളംസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയോ? SOPLൻ്റെ കോളംസ് എല്ലാവർക്കും കിട്ടിയോ? കോളംസ് ഒന്ന് പറഞ്ഞേ. ആദ്യം പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, കറണ്ട് ഇയർ അല്ലെങ്കിൽ കറണ്ട് പീരീഡ് അല്ലെങ്കിൽ കറണ്ട് ഇയർ, പിന്നെ പ്രീവിയസ് ഇയർ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫോമാറ്റ് ആദ്യം വരയ്ക്കണം നിങ്ങൾ, എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പർട്ടിക്കുലേഴ്സിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. എന്താണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്? ഓപ്പറേഷൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ. എന്താ റവന്യൂ എന്ന് പറഞ്ഞാൽ? റവന്യൂ മീൻസ് എന്താണ്? വരുമാനം. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴാണ് അവർക്ക് റവന്യൂ ഉണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞേ, എപ്പോഴാണ് അവർക്ക് വരുമാനം കിട്ടുക? യെസ്, വെരി ഗുഡ്. സെയിൽസ് നടക്കുമ്പോൾ അല്ലേ? നമ്മളൊരു സാധനം ഉണ്ടാക്കി നമ്മുടെ കമ്പനിയിൽ സാധനം വിൽക്കുമ്പോഴാണല്ലോ നമുക്ക് വരുമാനം കിട്ടുക. അപ്പോൾ ഈ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ നിങ്ങൾ എഴുതേണ്ട സാധനം എന്തുവാണെന്നറിയോ? സെയിൽസ് ആണ് കേട്ടോ മക്കളെ. സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽ ഓഫ് സർവീസ്. അങ്ങനെ സെയിൽസ് എന്ന് കണ്ടാൽ നിങ്ങൾ എവിടെ കൊണ്ട് എഴുതണം? റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ വേണം എഴുതുവാനായിട്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ സെയിൽസ് എന്ന് പറഞ്ഞ് തരുന്ന സാധനം നിങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. അത് വെറും സെയിൽസ് എന്നല്ല എഴുതേണ്ടത്. പിന്നെ എന്തോന്ന് എഴുതണ്ടേ? എന്തിനകത്ത് എഴുതണ്ടേ? യെസ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. പിന്നെ ഒരു കാര്യം പറയാം മക്കളെ, സെയിൽസിനകത്ത് ചിലപ്പോൾ സെയിൽസ് റിട്ടേൺ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? സാധാരണ സെയിൽസ് റിട്ടേൺ എന്താ ചെയ്യുക? സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സെയിൽസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വല്ല എക്സ്പെൻസ് വരാം. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് സോൾഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സൈസ് ഡ്യൂട്ടി വന്നു. അങ്ങനെ എന്തെങ്കിലും സെയിലുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സെറ്റാണോ? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ക്ലിയർ ആയോ? ഒന്ന് മൈക്ക് ഓണാക്കി റെസ്പോണ്ട് ചെയ്യൂ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ എഴുതേണ്ടത് സെയിൽസ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സെയിൽസ് ആണ് എഴുതേണ്ടത്. സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ്, ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഗുഡ്സ് വിറ്റപ്പോൾ നമുക്ക് വന്ന ഡ്യൂട്ടി, അങ്ങനെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിലും അതും മൈനസ് ചെയ്തതിന് ശേഷം മാത്രമേ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ എഴുതാൻ പാടുകയുള്ളൂ. സെറ്റായോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണമെന്നില്ല കേട്ടോ. അടിയിൽ വർക്കിംഗ് നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ.
ഓക്കെ, വർക്കിംഗ് നോട്ടായിട്ടാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അവിടെ വർക്കിംഗ് നോട്ടിന് നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഒന്നാമത്തെ വർക്കിംഗ് നോട്ട്, എന്നിട്ട് ആ 1 എന്നുള്ള വർക്കിംഗ് നോട്ട് നമ്പർ ഇല്ലേ, അത് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളം കണ്ടോ മക്കളെ, നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളം കണ്ടോ, അവിടെ നിങ്ങൾ അത് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് അനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 1 എന്ന നോട്ട് നമ്പറിൻ്റെ അവിടെ എഴുതണം. ക്ലിയർ ആയോ? കത്തിയോ? അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ഫുൾ ഫോർമാറ്റ് ആദ്യം വരച്ചിടണം. ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ SOPL ഹെഡിങ് കൊടുത്തിട്ട് ഈ ഫുൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം, അവിടെ വരെ പഠിച്ചാൽ മതി. അത് മാത്രം വരച്ചിട്ടിട്ട് ആവശ്യാനുസരണം നിങ്ങൾ വർക്കിംഗ് നോട്ടുകളൊക്കെ വരയ്ക്കണം. ഇപ്പോൾ വർക്കിംഗ് നോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഇത്ര ഇന്ന ഫോർമാറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം വർക്കിംഗ് നോട്ട് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ നിങ്ങളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ ഓരോ വർക്കിംഗ് നോട്ടിന് നിങ്ങൾ എന്ത് കൊടുക്കണം, ആ നമ്പർ കൊടുക്കണം. ആ നമ്പർ നിങ്ങൾ ഇവിടെ കൊണ്ട് എഴുതണം, നോട്ട് നമ്പറിൽ എഴുതും വേണം. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റത്തെ ഹെഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ നമ്മൾ എന്തൊക്കെ എഴുതാ, ഒരാൾ പറഞ്ഞേ, റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ നമ്മൾ എന്തൊക്കെ എഴുതാ? സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് വിറ്റ് പോകുന്ന ഡ്യൂട്ടികളോ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ഇതിന് കിട്ടിയ നെറ്റ് സെയിൽസ് എടുത്ത് എഴുതണം കേട്ടോ. അടുത്താണ് മക്കളെ അതർ ഇൻകം. നോട്ട് ചെയ്യാം കേട്ടോ. അതർ ഇൻകത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മറ്റുള്ള ഇൻകംസ് ഇല്ലേ, അതായത് ഇപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ്, അങ്ങനെ കിട്ടുന്നതെല്ലാം റിസീവ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻകംസും നിങ്ങൾ അതർ ഇൻകത്തിലാണ് എഴുതേണ്ടത്. റിസീവ്ഡ് എന്ന് കണ്ട ചാടി വീണോ, അത് അതർ ഇൻകം ആണ്. ക്ലിയർ ആയോ? കത്തിയോ? കിട്ടിയോ? സെയിൽ അല്ലാത്ത എല്ലാ ഇൻകം അതർ ഇൻകം ആണ്. ക്ലിയർ? അപ്പൊ അതർ ഇൻകത്തിൽ എന്തൊക്കെ പെട്ട ഒരു 3 ഐറ്റം പറഞ്ഞേ. കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെ റിസീവ്ഡ് എന്ന് കാണുന്നതെല്ലാം നമ്മുടെ അതർ ഇൻകം ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2 ഇൻകം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇൻകം സൈഡ് കഴിഞ്ഞു. നിങ്ങൾ ടോട്ടൽ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത റവന്യൂവിൽ ആകെ 2 ഹെഡ് പഠിച്ചാൽ മതി, റവന്യൂ ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകം. അത് രണ്ടും ക്ലിയർ ആയവരൊന്നും ഐക്കോണേക്ക് റെസ്പോണ്ട് ചെയ്ത മക്കളെ എല്ലാവരും. എന്താ പുതിയ ബുക്കിൽ ടോട്ടൽ റവന്യൂ എന്നല്ല ടോട്ടൽ ഇൻകം എന്നാണല്ലോ കാണിക്കുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാലും ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ, മൊത്തം വരുമാനം എന്നല്ലേ അർത്ഥമുള്ളൂ. നിങ്ങൾ ടോട്ടൽ ഇൻകം എഴുതിക്കോ, കുഴപ്പമില്ല. ടോട്ടൽ റവന്യൂ എഴുതിക്കോ, എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇത് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, എല്ലാവർക്കും സെറ്റ് അല്ലേ? ഒന്ന് മൈക്കോണാക്കി റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം കഴിഞ്ഞു കേട്ടോ. ഇൻകത്തിൽ ആകെ 2 ഹെഡേ ഉള്ളൂ, പക്ഷേ എക്സ്പെൻസിൽ 2 ഹെഡ് ഒന്നല്ല, ഒരുപാടുണ്ട്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ് ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ്, അതായത് മെറ്റീരിയൽ നമ്മൾ എത്ര രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് എഴുതേണ്ടത്. അത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തരാറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ വേണ്ടിയിട്ട് സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, സെയിൽ ഓഫ് സർവീസ് ഇതൊക്കെയാണ് എഴുതിയ എക്സ് കുറയ്ക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതേപോലെ ഞാൻ ഇത് പറഞ്ഞുതരാം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കേട്ടോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് തന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽ എന്ന് പറയണം കേട്ടോ മക്കളെ, എന്നാലേ നിങ്ങൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹെഡ് എന്താ? എക്സ്പെൻസിലെ ഫസ്റ്റ് ഹെഡ് ഏതാ? എക്സ്പെൻസിലെ ഫസ്റ്റ് ഹെഡ് പറഞ്ഞേ. എക്സ്പെൻസിലെ ഫസ്റ്റ് ഹെഡ് ഏതാ? എക്സ്പെൻസിലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂമഡ്. അതെങ്ങനെ കാണാ? ഡയറക്ട്ലി മിക്കവാറും ഡയറക്ട്ലി തരും, തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ് പ്ലസ് മെറ്റീരിയൽ പർച്ചേസ് ഡ്യൂറിംഗ് ഇയർ, പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് മൈനസ്
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ആ മെറ്റീരിയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസ്. സെറ്റ് അല്ലേ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഹെഡ് കഴിഞ്ഞു. അടുത്തത് പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. രണ്ടാമത്തെ എക്സ്പെൻസ് ഏതാ? പർച്ചേസസ് ആണ്. അത് ക്വസ്റ്റ്യനിൽ വെറുതെ പർച്ചേസ് എന്ന് തരാറില്ലേ? അത് നിങ്ങൾ ഇവിടെയാണ് കേട്ടോ എഴുതേണ്ടത്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡിലാണ് എഴുതേണ്ടത്. ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയും, അല്ലെങ്കിൽ വെറുതെ പർച്ചേസസ് എന്ന് പറയും. അത് ഇവിടെയാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഹെഡ് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്പെൻസസിൽ വരുന്ന രണ്ട് ഹെഡ് പറഞ്ഞു കേട്ടോ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. മൂന്നാമതാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി. അത് നന്നായി ശ്രദ്ധിച്ചോട്ടോ. ചേഞ്ച് ഇൻ ഇൻവെൻട്രി. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒന്നേ ക്വസ്റ്റ്യനിൽ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വരും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വരും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വരും. അതെങ്ങനെയാണെന്നറിയോ? അത് ഡയറക്റ്റ്ലി നമുക്ക് തരൂല. അത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയോ? ഇപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സും നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിങ്ങിൽ നിന്നും ക്ലോസിംഗ് മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? സെറ്റ് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. സെറ്റ് അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയോ? ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് തരും. മനസ്സിലായോ? ഓപ്പണിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് നിങ്ങൾക്ക് തരും. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ചാൽ എന്ത് കിട്ടി? ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടി. ഇനി ക്വസ്റ്റ്യനിലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇല്ല. ഓപ്പണിംഗ് ഡേറ്റിൽ സ്റ്റോക്ക് ഇൻ ട്രേഡും ക്ലോസിംഗ് ഡേറ്റിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് തന്നാൽ എന്ത് ചെയ്താണ് നിങ്ങൾ? ഇതേപോലെ ഓപ്പണിങ്ങിന് ക്ലോസിംഗ് കുറച്ചാൽ മതി. ഇനിയിപ്പോൾ അതില്ല, ഓപ്പണിങ്ങിലെ വർക്ക് ഇൻ പ്രോഗ്രസ്സും ക്ലോസിങ്ങിലെ വർക്ക് ഇൻ പ്രോഗ്രസ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുന്ന ക്ലോസിംഗ് ഡേറ്റിലെ വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ്. ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത് എന്തിന്ന് എന്ത് കുറയ്ക്കണമെന്നാണ്. എന്തിന്ന് എന്ത് കുറയ്ക്കണമെന്നാ? ഓപ്പണിങ്ങിൽ നിന്ന് ക്ലോസിംഗ് കുറയ്ക്കുക. സെറ്റ് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ഹെഡ് കിട്ടിയ ചേഞ്ച് ഇൻ ഇൻവെൻട്രി കിട്ടിയില്ലേ? അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച 3 ഹെഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ? എക്സ്പെൻസസ് 3 പറഞ്ഞേ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. മൂന്നാമത്തത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, സ്റ്റോക്ക് ഇൻ ട്രേഡ് വരാം, വർക്ക് ഇൻ പ്രോഗ്രസ്. ഏതാണോ ക്വസ്റ്റ്യനിൽ വന്നേക്കണേ ഡിഫറൻസ് എടുത്താൽ മതി. അടുത്ത ഹെഡാണ് മക്കളെ, ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസസ്. എന്താണ് നാലാമത്തെ ഹെഡ്? എന്താ നാലാമത്തെ ഹെഡ്? എന്താ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. എംപ്ലോയിക്ക് ബെനഫിറ്റ് ഉണ്ടാകുന്ന കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ്. അതായത് കമ്പനി എംപ്ലോയിക്ക് എന്തൊക്കെ കൊടുക്കും അതൊക്കെയാണ് എക്സ്പെൻസ് കമ്പനിയുടെ, അല്ലേ? പക്ഷെ അത് എംപ്ലോയിക്ക് ബെനഫിറ്റ് ആണ്. എംപ്ലോയിക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുക? എംപ്ലോയി എന്തിനാ ജോലി ചെയ്യണേ? പറഞ്ഞേ. എംപ്ലോയിക്ക് ബോണസ് കൊടുക്കാം, സാലറി കൊടുക്കാം, വേജസ് കൊടുക്കാം, അല്ലേ? പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പൈസയായിട്ട് കൊടുക്കുന്നൊക്കെ കേട്ടോ. അതെല്ലാം എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണോ? എംപ്ലോയിക്ക് കൊടുക്കുന്ന എല്ലാം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലാണ് പെടുത്തേണ്ടത് കേട്ടോ. പെടുത്താന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളിപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് വേണം ഇവിടെ എഴുതാൻ കേട്ടോ. വർക്കിംഗ് നോട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വേജസ് ഉണ്ട്, സാലറി ഉണ്ട്. അപ്പോൾ ഈ വേജസും സാലറിയും നിങ്ങൾ ഏതിൽ എഴുതേണ്ടതാണ്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലല്ലേ എഴുതേണ്ടത്, അല്ലേ? ആണോ? അപ്പം നിങ്ങൾ ഇത് വരച്ചിട്ടിട്ട് അടിയിൽ വർക്കിംഗ് നോട്ട് വരയ്ക്കണം. എന്നിട്ട് നമ്പർ ഇട്ടിട്ട്
വേജസ് ഇത്ര, സാലറി ഇത്ര എന്ന് പറഞ്ഞത് കൂട്ടണം. ആ കൂട്ടി കിട്ടിയ ആൻസർ മാത്രമേ ഇവിടെ കൊണ്ട് എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇതിനുള്ളിൽ കൊണ്ട് കൂട്ടരുത്. മനസ്സിലായോ? വർക്കിംഗ് നോട്ടിലേ കൂട്ടാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? അടുത്തതാണ് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ബാങ്കിൽ നിന്ന് വല്ല ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കുകയോ ഡിവിഡൻ്റ് ഒക്കെ അടയ്ക്കാനില്ലാവില്ലേ, അതൊക്കെ ഫിനാൻസ് കോസ്റ്റിലാണ് എഴുതുന്നത്. അപ്പോൾ ഫിനാൻസ് കോസ്റ്റിൽ നമ്മൾ എന്തൊക്കെ എഴുതാം? ഇൻട്രസ്റ്റ്, പെയ്ഡ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, അടയ്ക്കേണ്ട എക്സ്പെൻസ് അല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ, അതുപോലെ ഡിവിഡൻ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് ആണ്. അപ്പോൾ ഫിനാൻസ് കോസ്റ്റിൽ ഇത് 2 ഐറ്റം എന്ന് പറഞ്ഞേ ഏതൊക്കെയാ? ഇൻട്രസ്റ്റും ഡിവിഡൻഡ് പെയ്ഡ് കേട്ടോ. അടുത്ത ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഞാൻ പറയേണ്ട കാര്യമില്ല അല്ലേ. അസറ്റുകൾക്ക് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ വന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെയാണ് കൊണ്ട് എഴുതേണ്ടത്. പിന്നെ ഇതിലൊന്നും പെടാത്ത എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതർ എക്സ്പെൻസസിൽ എഴുതാം. ഇപ്പോൾ ജനറൽ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, പിന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ബാഡ് ഡെപ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതർ എക്സ്പെൻസസിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ അതർ എക്സ്പെൻസിൽ എഴുതുന്ന ഐറ്റംസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ. ജനറൽ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, ബാഡ് ഡെപ്റ്റ്, അങ്ങനെയുള്ള സാധനം എക്സെട്ര കേട്ടോ. നോട്ട് ചെയ്തോ. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞു. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് കിട്ടും. അപ്പോൾ ഇത് കോഡായിട്ട് പഠിക്കുക. CPC-EFDO, CPC-EFDO, ഇത് ഓർഡറിൽ എഴുതണം കേട്ടോ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിലും നിങ്ങൾ ആ ഫോർമാറ്റിൽ വെറുതെ എടുത്ത് എഴുതിയെങ്കിലും വെക്കണം. ഒരു ഡാഷ് ഇട്ടാൽ മതി കറണ്ട് ഇയറിൽ കേട്ടോ. പ്രീവിയസ് ഇയറിൽ ഒന്നും എഴുതണ്ട. അപ്പോൾ കറണ്ട് ഇയർ എന്ന് പറയുന്ന കോളത്തിൽ വേണം നിങ്ങൾ അതിൻ്റെ എമൗണ്ട് എഴുതാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം വരച്ചിടുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിനാൻസ് കോസ്റ്റ് ഉണ്ടാവണമെന്നില്ല, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടാവില്ല, എന്നാലും നിങ്ങൾ ഫിനാൻസ് കോസ്റ്റ് എഴുതിയിട്ട് ഡാഷ് ഇട്ട് വെച്ചോളൂ കേട്ടോ. മനസ്സിലായോ? കോഡ് പറഞ്ഞുതരാം. CPC കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? CPC-EFDO, CPC-EFDO, CPC-EFDO. C എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. P പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. 3 C ചേഞ്ച് ഇൻ ഇൻവെന്ററി. മൂന്നാമത്തെയാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി കേട്ടോ. EFDO എംപ്ലോയി ബെനിഫിറ്റ്. എന്താ എഴുതിക്കോ, എഴുതിയിട്ടോ കേട്ടോ, ഫോർമാറ്റ് എഴുതിയിട്ടോ കേട്ടോ. EFDO, E എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, F ഫിനാൻസ് കോസ്റ്റ്, D ഡിപ്രീസിയേഷൻ. കാരണം എഴുതാൻ പറഞ്ഞ കാരണം എന്താ? പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കിക്കോട്ടെ നമ്മൾ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻകത്തിൽ ആകെ 2 ഹെഡേ ഉണ്ടായിരുന്നുള്ളൂ, റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകവും. അവിടെ എന്തായാലും അതർ ഇൻകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും അതർ എക്സ്പെൻസ് ഉണ്ടാവും. അതാണ് ലാസ്റ്റത്തെ കേട്ടോ. അപ്പോൾ എക്സ്പെൻസിന്റെ കോഡ് പറഞ്ഞേ, എക്സ്പെൻസിന്റെ കോഡ് പറഞ്ഞേ. CPC-EFDO. C for cost of material consumed, P for purchase of stock in trade, C change in inventory, employee benefit expense, finance cost, depreciation, other expense. ടോട്ടൽ ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഇൻകത്തിൽ നിന്നും എന്ത് കുറയ്ക്കണം? എക്സ്പെൻസിന് ടോട്ടൽ കുറച്ചാൽ പോരെ? വരുമാനത്തിന് ചിലവ് കുറച്ചാൽ നമുക്ക് ലാഭം കിട്ടില്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന്, ടോട്ടൽ റവന്യൂവിൽ നിന്നും ഇപ്പോൾ കിട്ടിയ ടോട്ടൽ എക്സ്പെൻസ് കുറച്ചാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് എഴുതാം നിങ്ങൾ കേട്ടോ. ടാക്സിന് മുമ്പത്തെ പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വല്ല എക്സ്ട്രാ ഓർഡിനറി ഐറ്റമെന്നോ അല്ലെങ്കിൽ വല്ല ടാക്സുകൾ, ഇപ്പോൾ കറണ്ട് ടാക്സ്, ഡെഫേർഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ ചില ടാക്സുകൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ശേഷം നിങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുക. ടാക്സ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടതല്ലേ. അപ്പോൾ ഈ ലാഭത്തിൽ നിന്ന് എടുത്താണല്ലോ നമ്മൾ അടയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൂടി കുറച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണണം, ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് കാണണം. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ വരച്ചിട്ടാൽ മതി, കൃത്യമായിട്ട് വരച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ SOPയിൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വരച്ചിടാം കേട്ടോ, ബാക്കിയൊന്നും വരയ്ക്കണ്ട. അപ്പോൾ ഫോർമാറ്റ് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. SOPയിൽ ഏതാ? ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടാക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വല്ല എക്സെപ്ഷണൽ ഐറ്റമെന്നോ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന എന്തെങ്കിലും എമൗണ്ട് തരും. അങ്ങനെ തന്നാൽ മാത്രം നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി? പ്രോഫിറ്റ് ബിഫോർ
ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞാൽ എഴുതാം. എന്നിട്ട് ആ പ്രോഫിറ്റിന് എന്ത് ചെയ്യാം, ആ ടാക്സ് കുറയ്ക്കണം. ഇപ്പോൾ എക്സെപ്ഷണൽ ഐറ്റം ആണെങ്കിൽ ചിലപ്പോൾ എക്സെപ്ഷണൽ ഐറ്റം ചിലപ്പോൾ പ്രോഫിറ്റ് ഓഫ് എക്സെപ്ഷണൽ ഐറ്റം ആവാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ കൂട്ടുക. അതായത് ആ ഒരു ഇൻകം ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നിങ്ങൾ ടാക്സിൻ്റെ കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെയാണ് കിട്ടിയത്, മൊത്തം ടോട്ടൽ റവന്യൂ ഇല്ലേ, ആ ടോട്ടൽ റവന്യൂവിൽ നിന്നും ഈ ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അത് നിങ്ങൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞ് എഴുതുക. ടാക്സിന് മുമ്പത്തെ ലാഭം. ഇനി ടാക്സ് ക്വസ്റ്റ്യനിലുണ്ടാവും, ചിലപ്പോൾ 2 ടാക്സ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് തൊട്ട് താഴെ ടാക്സ് എഴുതിയിട്ട് ആ പ്രോഫിറ്റിൽ നിന്ന് ആ ടാക്സ് കുറയ്ക്കുക. കാരണം നമ്മൾ ഗവൺമെൻറ്റിലോട്ടല്ലേ നികുതി അടയ്ക്കുക, ഈ ലാഭത്തിൽ നിന്നാണല്ലോ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ഈ ലാഭത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ആ ടാക്സ് കുറയ്ക്കണം. അപ്പോൾ കിട്ടിയ ഫൈനൽ ആൻസറാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ്. ക്ലിയർ ആയോ മോനെ? നിങ്ങൾക്കൊരു പ്രോബ്ലം കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ സ്ക്രീനിൽ? From the following figures relating to Sarang Limited for the year ended 31st March 2018, prepare a statement of profit or loss along with the accompanying notes. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1/4/2017 ഓപ്പണിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് വന്നിട്ടുണ്ട് 80,000. സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ട് 3,86,000. എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് സോൾഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സൈസ് ഡ്യൂട്ടി വന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതുണ്ട്, മെറ്റീരിയൽ ആണ് കേട്ടോ, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്. സാലറീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്, ഡിവിഡൻഡ് പെയ്ഡ് അല്ല, ഡിവിഡൻഡ് റിസീവ്ഡുകളെല്ലാം ഇവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ്, സ്റ്റാഫിന് കൊടുക്കുന്ന എക്സ്പെൻസ് ഉണ്ട്. വേജസ്, വർക്കറിനുള്ള വേജസ്, ഡിപ്രീസിയേഷൻ ഉണ്ട്. ടാക്സ് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ ക്ലോസിംഗ് ഡേറ്റിലെ ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ നിങ്ങൾ ആദ്യം ഓരോ ഐറ്റം എവിടെ വരുന്നത് ചെക്ക് ചെയ്യാം. ഇത് ഓരോ ഐറ്റം എടുക്കുമ്പോൾ ടിക്കറ്റ് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. നമ്മൾ ആദ്യം ഇത് വരച്ചിടണം. നമ്മുടെ ഹെഡിങ് എന്താ പറഞ്ഞേ, SOPL, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതിന്റെ ഇയർ കൊടുക്കുക. ഇത് നമ്മുടെ ഫോർമാറ്റ് പറഞ്ഞേ, പർട്ടിക്കുലേഴ്സ്, കറണ്ട് ഇയർ, പ്രീവിയസ് ഇയർ. നിങ്ങൾ പ്രീവിയസ് ഇയർ വരച്ചിട്ടോ കേട്ടോ, വെറുതെ വരച്ചിട്ടോ, എഴുതിയില്ലെങ്കിൽ വരച്ചിടണം കേട്ടോ. അതിലെ ഫസ്റ്റത്തെ ഹെഡ് പറഞ്ഞേ, ഇൻകത്തിലെ ഫസ്റ്റ് ഹെഡ് ഏതായിരുന്നു? റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ എന്തായിട്ട് എഴുതാറ്? സെയിൽസ് ആണ് എഴുതാറ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് ഉണ്ടല്ലോ. സെയിൽ ഓഫ് ഗുഡ്സ് ഇല്ലേ 3,86,000, 3,86,000. സെയിൽ എഴുതുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, സെയിൽസിൽ നിന്നും എന്തൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ്, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കുറയ്ക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അതില്? എക്സൈസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് സോൾഡ് അല്ലേ. ഗുഡ്സ് വിറ്റപ്പോൾ നമുക്ക് എക്സൈസ് ഡ്യൂട്ടി വന്നിട്ടുണ്ട് 12,000. അപ്പോൾ ഈ 3,86,000 നിന്നും 12,000 കുറച്ചിട്ട് 3,00,000 എത്ര എഴുതാ? 74,000. അതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ഇനി നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ എഴുതിയാലും മതി കേട്ടോ. ഇതിനകത്ത് എഴുതുന്നില്ല, വർക്കിംഗ് നോട്ടിൽ എഴുതാം, അല്ലെങ്കിൽ ഇന്നർ കോളത്തിൽ തന്നെ എഴുതി കുറച്ചിട്ട് ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. ഇതുപോലെ എഴുതണമെന്നില്ല കേട്ടോ. അപ്പോൾ 3,74,000 ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ക്ലിയർ ആയോ മക്കളെ? അടുത്ത ഹെഡ് ഏതാ? അതർ ഇൻകത്തിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞിരുന്നു. എന്തൊക്കെയാ അതർ ഇൻകത്തിൽ വരിക? വെരി ഗുഡ്. റിസീവ്ഡ് എന്ന് കാണുന്ന എല്ലാ അതർ ഇൻകം ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ റിസീവ്ഡ് ആയിട്ടുള്ള വല്ല സാധനം ഉണ്ടോ? ഡിവിഡൻഡ് റിസീവ്ഡ് ഉണ്ട് 10,000, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതർ ഇൻകത്തിനകത്ത് നിങ്ങൾക്ക് 10,000 കൊണ്ട് എഴുതാം. സെറ്റാണോ? ടോട്ടൽ ചെയ്യുക. റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകം, അതായത് 3,74,000 10,000 കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 3,54,000. അതാണ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ ഇൻകം. ക്ലിയർ ആയോ? കത്തിയോ? ഇനി നമുക്ക് എക്സ്പെൻസസിലോട്ട് പോകാം മക്കളെ. എക്സ്പെൻസസിന്റെ കോഡ് പറഞ്ഞേ.
SCPC EFDO. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. അത് ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കാണാം, ഓർമ്മയുണ്ടോ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കാണാം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. അങ്ങനെയല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പക്ഷേ ഇവിടെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ആകെ പർച്ചേസ് മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഇല്ല അല്ലേ? ആ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സാധാരണ പർച്ചേസ് ആഡല്ലേ ചെയ്യാറ്. അപ്പോൾ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ് ക്വസ്റ്റ്യനിൽ? 1,93,600. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതാം 1,93,600. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മെറ്റീരിയൽ എന്ന് കാണുന്നതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. മെറ്റീരിയൽ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. അടുത്ത ഹെഡ് ഏതാ? പി ഫോർ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എത്രയാ? 20,400 എടുത്ത് എഴുതാ. സെറ്റാണോ മക്കളെ? സെറ്റാണോ? അടുത്തത് എന്താ? ചേഞ്ച് ഇൻ ഇൻവെന്ററി. ചേഞ്ച് ഇൻ ഇൻവെന്ററിനെ കാണാ. ഞാൻ പറഞ്ഞു ചേഞ്ച് ഇൻ ഇൻവെന്ററിനെ കാണാ. ഒന്നില്ലെങ്കിൽ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സിന്ന് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കുക. ഇതിനകത്ത് നമുക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതാ തന്നേക്കണേ? സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല തന്നേക്കണേ, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ തന്നേക്കണേ. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1/4/2017. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 31. ഡേറ്റ് നോക്ക്. ഓപ്പണിംഗ് ക്ലോസിംഗ് തന്നേക്കണേ ഏതാന്ന് നോക്കി. ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ? ആ, അപ്പോൾ ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗ് കുറയ്ക്കുകയാണോ ചെയ്യുക, ക്ലോസിംഗ് ചെയ്ത് ഓപ്പണിംഗ് കുറയ്ക്കുകയാണോ ചെയ്യുക? ഓപ്പണിംഗിൽ നിന്ന് ക്ലോസിംഗ് കുറയ്ക്കുക. അപ്പോൾ 80,000 നിന്നും 96,000 കുറയ്ക്കുക. മക്കളെ 80,000 96,000 കുറയ്ക്കാൻ പറ്റുമോ? -16,000. ഇവിടെ ആൻസർ വരുന്നത് മൈനസ് ആണ് 16,000. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്രാക്കറ്റിൽ, ഇപ്പം നെഗറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബ്രാക്കറ്റിൽ 16,000 എഴുതാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. അപ്പോൾ നമ്മുടെ CPC കഴിഞ്ഞു. അടുത്ത ഹെഡ് ഏതാ? എംപ്ലോയി ബെനിഫിറ്റ്. എംപ്ലോയിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, എംപ്ലോയിക്ക് കൊടുക്കുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാ നോക്കി പറഞ്ഞേ. സാലറീസ് ഉണ്ട്, സ്റ്റാഫ് വെൽഫെയർ ഉണ്ട്, വേജസ് ഉണ്ട്. 3 ഉണ്ട് അല്ലേ മക്കളെ? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വരയ്ക്കണം? വർക്കിംഗ് നോട്ട് വരയ്ക്കേണ്ട, ഉള്ളിൽ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ 3 ഉള്ളിൽ തിരികെ കയറ്റാൻ പറ്റുമോ നമുക്ക്? ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് പറയും എഴുതാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ വർക്കിംഗ് നോട്ട് വരയ്ക്കണം. അടിയിൽ വർക്കിംഗ് നോട്ട് പോലെ 1 നമ്പർ ഇട്ടിട്ട് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ഹെഡിങ് കൊടുത്തിട്ട് സാലറി, സ്റ്റാഫ് വെൽഫെയർ, വേജസ് എന്ന് പറഞ്ഞ എമൗണ്ട് ചെയ്താൽ ടോട്ടലി അപ്പോൾ 82,600 കിട്ടും. ആ കിട്ടിയ വർക്കിംഗ് നോട്ടിൽ കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കോപ്പി ചെയ്യുക കേട്ടോ. എന്നിട്ട് നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? വർക്കിംഗ് നോട്ട് ആസ് പെർ എത്ര പ്രകാരമാണ്? 1. ക്ലിയർ ആയോ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ക്ലിയർ ആയോ? അടുത്ത് എഫ്. ചോദിച്ചോ. എന്താ? വരയ്ക്കണം. വേണമെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെന്ററിക്ക് വരയ്ക്കാട്ടോ മക്കളെ. എത്രത്തോളം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം വരച്ച് നിങ്ങൾ കുറച്ചുകൂടി ലെങ്തി ആക്കാമല്ലോ ആൻസർ കേട്ടോ. അത് വരച്ചു എന്ന് പറഞ്ഞ മാർക്കൊന്നും കുറയ്ക്കൊന്നുമില്ല. അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് ഉണ്ടെങ്കിൽ മാത്രം നോട്ട് നമ്പർ കൊടുത്താൽ മതി. അടുത്താണ് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റിൽ എന്താ വരിക മക്കളെ? ഞാൻ പറഞ്ഞല്ലോ ഫിനാൻസ് കോസ്റ്റിൽ എന്താ വരിക എന്ന് പറഞ്ഞല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡോ അല്ലേ? ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് ഉണ്ടല്ലോ 12,000. അപ്പോൾ 12,000 എടുത്ത് എഴുതി നമ്മൾ ഫിനാൻസ് കോസ്റ്റിൽ. സെറ്റ് അല്ലേ? അടുത്ത ഡിപ്രീസിയേഷൻ കോസ്റ്റിൽ ഉണ്ടല്ലോ. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് 25,000 എടുത്ത് എഴുതുക. സെറ്റ് അല്ലേ? 25,000 എഴുതി ഡിപ്രീസിയേഷൻ. ഇനി അതർ എക്സ്പെൻസ് ആണ് അടുത്തത്. പക്ഷെ ഇവർ എഴുതിയിട്ടില്ല. നിങ്ങളത് എഴുതിക്കോളൂ. ഒന്നുമില്ലെങ്കിലും അതർ എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് ഡാഷ് ഇട്ട് വെക്കുക. ക്ലിയർ ആയോ? എന്തിനാ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ടോട്ടൽ ഇവർ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഈ 1,93,600 20,400 എന്ത് ചെയ്യുക? കൂട്ടുക.
82,600 കൂട്ടുക, 12,000 കൂട്ടുക, 25,000 കൂട്ടിയിട്ട് 16,000 കുറയ്ക്കുക. അത് നെഗറ്റീവ് ഫിഗർ അല്ലേ? അപ്പോൾ ബാക്കി എല്ലാ പോസിറ്റീവ് ഫിഗറും ആഡ് ചെയ്തിട്ട് 16,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 3,17,600 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ടോട്ടൽ ഇൻകം നമുക്ക് എത്ര കിട്ടി? 3,84,000. ടോട്ടൽ എക്സ്പെൻസ് 3,17,600. അപ്പോൾ ആ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞ നേരത്തെ? അപ്പോൾ അതിന് അത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഈ ക്വസ്റ്റിൽ ടാക്സ് ഉണ്ടല്ലേ, നോക്കി. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു 16,800 തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കണ്ടേ? അത് ലാഭം കിട്ടിയിട്ട് ലാഭത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇപ്പം കിട്ടിയ പ്രോഫിറ്റ് ബിഫോർ ടാക്സാണ്. ടാക്സ് അടയ്ക്കുന്നതിന് മുൻപത്തെ ലാഭമാണ് ഈ കുറച്ച് കിട്ടിയത്. അപ്പോൾ അതിൽ എന്തെടുത്ത് അടയ്ക്കണം? ആ, അപ്പോൾ ടാക്സ് എക്സ്പെൻസ് നമ്മൾ അടയ്ക്കണം. 16,800 ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 66,400 ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ബാക്കിന് എത്ര ഉണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ചതിന് ശേഷത്തെ ലാഭം 66,400 16,800 കുറയ്ക്കുക. അപ്പം 49,600. സെറ്റ് ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് SOP-യിൽ. മകളെ SOP-യിൽ വെരി സിമ്പിളാണ്. ഫോർമാറ്റ് പഠിച്ചാലേ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ SOP-യിൽ എല്ലാവർക്കും സെറ്റായില്ലേ? അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഫോർമാറ്റ് കോപ്പി ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഓക്കെ അല്ലേ?